കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖരത്തിൽ സംസ്ഥാന പാതയോട് ചേർന്ന ഭാഗത്ത് ശുചിമുറി മാലിന്യവും പ്ലാസ്റ്റിക്കും തള്ളുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് 100 കർഷകർ ഒപ്പിട്ട പരാതി കളക്ടർക്കു നൽകി. കൊള്ളഞ്ചേരി പാടശേഖര സമിതി ഭാരവാഹികളായ MK മൊയ്തീൻ, M ശശി എന്നിവർ കളക്ടറുടെ ചേംബറിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയത്. വാഹനങ്ങളിൽ വൻതോതിലെത്തിക്കുന്ന ശുചിമുറി മാലിന്യം നെൽവയലിലേക്ക് തള്ളുന്നത് 2 വർഷത്തോളമായി തുടരുന്നുണ്ട്. രാസവസ്തു ചേർത്ത മാലിന്യം നെൽകൃഷിക്ക് കടുത്ത ഭീഷണിയായതോടെ മാലിന്യം തള്ളൽ തടയാൻ കർഷകർ നെട്ടോട്ടത്തിലാണ്. കഴിഞ്ഞ സീസണിലെ നെൽകൃഷിയെ മാലിന്യം കടുത്ത രീതിയിൽ ബാധിച്ചിരുന്നു. നെല്ലിന്റെ നിറത്തിൽ മാറ്റം സംഭവിക്കുകയും വിളവ് കുറയുകയും ചെയ്തു. 1 വർഷത്തോളമായി പല വകുപ്പുകളിലും പരാതി നൽകുന്നുണ്ടെങ്കിലും ഫലപ്രദമായ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കളക്ടർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് മാലിന്യം തള്ളാനെത്തിയ വാഹനം നിരീക്ഷണ ക്യാമറകൾ വഴി കണ്ടെത്തി പോലീസ് പിടികൂടിയിരുന്നു. ഇതേ തുടർന്ന് 2 മാസത്തോളം ശമനമുണ്ടായെങ്കിലും വീണ്ടും തുടങ്ങി. മാലിന്യം തള്ളുന്നവരെ ശിക്ഷിക്കാൻ ശക്തമായ നിയമങ്ങളുണ്ടെങ്കിലും അത് പ്രയോഗിക്കാൻ പോലീസ് മടിക്കുന്നതാണ് സാമൂഹ്യവിരുദ്ധർക്ക് തുണയാകുന്നതെന്ന് ആക്ഷേപമുണ്ട്. പിടികൂടുന്നവരെ നിസ്സാര പിഴ ചുമത്തി വിടുകയാണ് പതിവെന്നും കർഷകർ പറയുന്നു. സ്പോൺസറുടെ സഹായത്തോടെ പഞ്ചായത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചെങ്കിലും ദൃശ്യങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ ഭാഗങ്ങളിൽ നെൽകൃഷി ചെയ്തിട്ട് പ്രയോജനമില്ലെന്നാണ് കർഷകരുടെ അഭിപ്രായം.